അപ്പൊ എന്നെ പരിചയപ്പെടുത്തി. എന്റെ പേര് ദേവു എന്നാണ്. സ്ഥലം കോട്ടയം ജില്ലയിലെ വൈക്കമാണ്. ഇപ്പൊ മാഡം പരിചയപ്പെടുത്തിയ പോലെ തന്നെ ഞാനൊരു ഡിഗ്രി സ്റ്റുഡന്റ് ആയിരിക്കെയാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്നത്. ഡിഗ്രിയുടെ ഫൈനൽ ഇയർ എക്സാമിന്റെ ടൈമിലായിരുന്നു ഈ ഒരു ബിസിനസ് എന്റെ കയ്യിൽ കിട്ടിയത്. അപ്പൊ നമുക്കറിയാം, നേരത്തെയും ഇത്തരത്തിലുള്ള നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികൾ ഒരുപാട് നമ്മൾ കേട്ടിട്ട് ഉണ്ടാവും. അതേപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് ഇതിലൂടെ പണം നഷ്ടപ്പെട്ട അവസ്ഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നിലവില് ആ സമയത്ത് ഞാനും ഇതുപോലൊരു കമ്പനിയിൽ പെട്ട് എന്റെ പണം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് ഈ ഒരു അവസരവും കിട്ടുന്നത്. അപ്പൊ അത് ഏകദേശം 4000 രൂപയോളം എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. പക്ഷേ ആഹ് പൈസ കൊണ്ടുപോകാൻ വന്ന ലീഡറെ മാത്രം കണ്ടു. പ്രൊഡക്റ്റും കിട്ടിയില്ല. ആഹ് അങ്ങനെ ഒന്നുമേ എന്റെ കയ്യിൽ കിട്ടിയില്ല. പിന്നീട് അതിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോ എന്റെ ലീഡർ തന്നെയാണ് പറഞ്ഞത്, എന്റെ ചേച്ചി, എനിക്ക് പോലും പ്രൊഡക്റ്റ് കിട്ടിയില്ല, പിന്നെ എങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് തരിക എന്ന്. അപ്പോ മിക്ക ആളുകളും ഒന്നെങ്കിൽ ഇത്തരത്തിലുള്ള ബിസിനസ്സുകൾ നേരത്തെ കേട്ട് പണം നഷ്ടപ്പെട്ടവരുണ്ടായിരിക്കാം. ഞങ്ങൾ അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്തായിരുന്നു ഈ ഒരു ബിസിനസ് നമ്മുടെ കയ്യിലേക്ക് കിട്ടിയത്. അപ്പോ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ ആരെങ്കിലും കൊണ്ടുവന്ന് തന്നാലേ നമുക്ക് ഓഫീസായിട്ടോ യാതൊരു കോണ്ടാക്റ്റും ഇല്ല ആരുമായിട്ട്. ഈ ഒരു വ്യക്തിയെ മാത്രമേ നമുക്ക് അറിയാവുള്ളൂ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു എന്റെ അമ്മയുടെ ഒരു സുഹൃത്ത് ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് വീട്ടിൽ വരുന്നതും. ഞങ്ങളുടെ ഇപ്പൊ നിലവിലത്തെ ഞങ്ങളുടെ STC ലീഡറുമായിട്ടായിരുന്നു വന്നത്. അപ്പൊ അദ്ദേഹം നമുക്ക് പ്രോഗ്രാം നമുക്ക് പറഞ്ഞു തരികയുണ്ടായി. അപ്പൊ നമ്മൾ ശരിക്കും ഫോക്കസ് ചെയ്തത് നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റിലേക്കായിരുന്നു. കാര്യം എന്റെ വീട്ടില് എന്റെ അനിയത്തിക്ക് 3 വയസ്സ് തൊട്ട് 15 വയസ്സ് വരെ വിവിധ അസുഖങ്ങൾക്ക്, ഇപ്പൊ ഇങ്ങനെയൊക്കെ ഒരു പെൺകുട്ടിയുടെ സ്കിൻ ഇങ്ങനെയാണെന്ന് അറിഞ്ഞാല് ആരും അടുപ്പിക്കത്തുമില്ല. അതുപോലെ തന്നെ നല്ലൊരു ഭാവിയും കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും മാനസികമായിട്ട് ബുദ്ധിമുട്ടായി ഇരുന്ന സമയത്താണ് ഈ ഒരു അവസരം മുന്നിലേക്ക് എത്തിയത്. അപ്പൊ ഈ ഒരു പ്രോഡക്ട്സിലേക്കായിരുന്നു ഞങ്ങള് പ്ലാൻ എടുക്കുന്ന സമയത്ത് ഏതെങ്കിലും ശ്രദ്ധിച്ചില്ലേലും ഇവള് ശ്രദ്ധിക്കുന്നുണ്ട്. ഇവൾക്ക് പറ്റിയ പ്രൊഡക്റ്റ് എന്തെങ്കിലും ഈ ഒരു ബിസിനസ്സിൽ ഉണ്ടോ എന്നായിരുന്നു അവളുടെ ഫോക്കസ് മുഴുവൻ. അങ്ങനെ നോക്കിയപ്പോഴാണ് നമ്മുടെ കുറച്ച് ഉൽപ്പന്നങ്ങള് ഞങ്ങളുടെ ആർട്ടിസ്റ്റ് ലീഡർ ആയിട്ടുള്ള പ്രിൻസ് സാറിനെ ഇവളുടെ സ്കിന്ന് കൈയൊക്കെ കാണിച്ചുകൊണ്ട് ചോദിച്ചു, സാറേ ഇവൾക്ക് പറ്റിയ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ആർട്ടിസ്റ്റ് ലീഡർ പ്രിൻസ് സാറാണ് പറഞ്ഞത്, ഇവൾക്ക് പറ്റിയ പ്രൊഡക്റ്റ് ഉണ്ട്. നമ്മുടെ 95, അതുപോലെ തന്നെ ബ്ലഡ് പ്യൂരിഫയർ, ചാമ്പ്യൻ തൈലം, നീം സോപ്പ്, വൂണ്ട് ഹീലിംഗ്, അങ്ങനെ കുറച്ച് 5ഓളം പ്രൊഡക്റ്റ് കഴിക്കാനായിട്ട് അദ്ദേഹം നിർദ്ദേശിച്ചു. അപ്പൊ നമുക്കറിയാം 95-നൊക്കെ ഒരുമാതിരി നല്ല വിലയുണ്ട്. ഇവൾക്ക് ഒരു ബോട്ടില് കൊടുത്താലൊന്നും, കുഞ്ഞുനാൾ മുതലേ ഉള്ള പ്രശ്നമല്ലേ, നമുക്ക് 3 മാസമെങ്കിലും കഴിക്കട്ടെ. അപ്പൊ അങ്ങനെ പൈസ ഇല്ലായിരുന്ന സമയത്ത് നമ്മുടെ മാല പണയം വെച്ചാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് എത്തിയത്. മാല പണയം വെച്ച് ഞങ്ങൾ പ്രൊഡക്റ്റ് 30,000 രൂപയുടെ പ്രൊഡക്റ്റ് എടുത്തു. അതിൽ ഏകദേശം 5ഓളം 95 കഴിച്ചു, അവള് കഴിച്ചു. അതുപോലെ തന്നെ 10-30ഓളം ചാമ്പി തൈലം, ഈ ഒരു 3 വർഷത്തിനിടയിൽ 30ഓളം ചാമ്പി തൈലം അവള് സ്വന്തമായിട്ട് ഉപയോഗിച്ചു. ബ്ലഡ് പ്യൂരിഫയർ ഉപയോഗിച്ചതിന് ഒരു കണക്കുമില്ല. വൂണ്ട് ഹീലിംഗ് ഉപയോഗിച്ചതിന് ഒരു കണക്കുമില്ല. നീം സോപ്പ്, ഈ ഇത്രയും വർഷങ്ങളായിട്ട് നീം സോപ്പ് മാത്രമേ ഇട്ടേ കുളിക്കത്തുള്ളൂ. അപ്പൊ ആ ഒരു ഉൽപ്പന്നങ്ങളൊക്കെ ഏകദേശം 3 മാസത്തോളം വളരെ കൃത്യമായിട്ട് അവൾ ഉപയോഗിച്ചു. ഇപ്പൊ നമ്മൾ പറയും ചാമ്പി തൈലം ഉപയോഗിച്ചു കഴിഞ്ഞാല് നമ്മൾ അരമണിക്കൂർ മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ കുളിക്കാവുള്ളൂ. ചെറു ചൂടുവെള്ളത്തിൽ കുളിക്കാവുന്നതാണ് നമ്മൾ പറയാറ്. അപ്പൊ ചാമ്പി തൈലമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവള് കറക്റ്റ് ആയിട്ട് അരമണിക്കൂറോളം ബാത്റൂമിൽ സ്പെൻഡ് ചെയ്തിട്ടാണ് അവള് കുളിക്കുന്നത്. കാരണം സ്കിന്ന് റെഡിയാക്കി എടുക്കാൻ അവളുടെ മനസ്സിൽ ഭയങ്കര ആഗ്രഹമുണ്ട്. കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ആരും കണ്ടാല് നമുക്ക് ഭയങ്കര വിഷമം തോന്നുന്ന ഒരു അവസ്ഥയിലൂടെയായിരുന്നു അവള് പോയിക്കൊണ്ടിരുന്നത്. കാര്യം സ്കിന്നെല്ലാം പൊട്ടി ചോരയും വെള്ളവും ഒക്കെ ഒലിച്ച് ഇരിക്കുന്ന ഒരവസ്ഥ. അതും ദേഹം ആസകലം നല്ല വേദനയും. അവളും ആ സമയത്ത് ഡിഗ്രി പഠിക്കുന്ന ഒരു സമയം, ഡിഗ്രി ഫസ്റ്റ് ഇയർ മറ്റോ ആണ് ആ ഒരു സമയത്ത്. അപ്പൊ സ്കൂളിലോ കോളേജിലോ ഒന്നും പോവാൻ പറ്റാതെ ഭയങ്കര മണവും, ഇവളുടെ അടുത്തേക്ക് ആരും അടുക്കൂല, ഭയങ്കര സ്മെല്ലും ഒക്കെ ആയിട്ട് ഭയങ്കര ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് അവള് കടന്നുപോയത്. അപ്പൊ അവളെപ്പോഴും പറയും, കോവിഡ് വന്ന എന്തായാലും നന്നായി. കാര്യം വീട്ടിന്റെ അകത്ത് ഇരുന്നാ പോരെ, പുറത്തിറങ്ങിയാലേ കൂട്ടുകാര് കൂടെ കൂട്ടാതിരിക്കുക അവഗണിക്കുകയൊക്കെ ചെയ്യുള്ളൂ. ഇപ്പൊ കോവിഡ് ആയതുകൊണ്ട് എനിക്ക് വീട്ടിൽ ഇരുന്ന് പഠിച്ചാ പോരേന്ന് അവൾ എപ്പോഴും പറയുമായിരുന്നു.
ആ ഒരു സമയത്ത് കിട്ടിയ ഉൽപ്പന്നങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിച്ച് ഏകദേശം 3 മാസമായപ്പോഴത്തേക്കും ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടി. അവളുടെ കൈയും സ്കിന്നും എല്ലാം പഴയ രീതിയിലേക്ക് ശരിയായി വന്നു. അപ്പൊ അങ്ങനെ ഒരു കോൺഫിഡൻസ് നമ്മുടെ ഉൽപ്പന്നങ്ങളിലൂടെ ഞങ്ങൾക്ക് കിട്ടി. അതുപോലെ തന്നെ ഉൽപ്പന്നത്തിന്റെ റിസൾട്ട് പറയാനാണെങ്കിൽ തന്നെ വീട്ടിൽ ഒരുപാട് റിസൾട്ടുകൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ എന്റെ അമ്മയ്ക്കാണെങ്കിലും അമ്മയുടെ പേര് രമ എന്നാണ്. അമ്മയ്ക്കാണെങ്കിലും യൂട്രസ് റിമൂവ് ചെയ്ത് കളയാനായിട്ട് പിസിഒഡിയുടെ പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ യൂട്രസ് റിമൂവ് ചെയ്ത് കളയാനായിട്ട് 8 മാസത്തോളം കോട്ടയത്തുള്ള കാരിത്താസ് ഹോസ്പിറ്റലിൽ ചികിത്സിച്ചിട്ട് എപ്പോ സ്കാൻ ചെയ്താലും ഡോക്ടർ പറയും റിമൂവ് ചെയ്യാതെ പറ്റൂല, ഇത് പ്രശ്നമാണെന്ന് പറയും. എന്നാൽ നമ്മുടെ സൈക്ലോവ എന്ന് പറയുന്ന പ്രൊഡക്റ്റും വുമൺ കമ്പാനിയനെയും കഴിച്ചത് കൊണ്ട് ഇപ്പൊ യാതൊരു വിധ പ്രശ്നവും ഇല്ല. യൂട്രസ് റിമൂവ് ചെയ്ത് കളയേണ്ടി ഒന്നും വന്നില്ല. അല്ലെങ്കിൽ എപ്പോഴും പീരീഡ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അമ്മ കട്ടിലേന്ന് എഴുന്നേക്കത്ത് പോലുമില്ല. എപ്പോഴും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്തെങ്കിലും ഇഞ്ചക്ഷൻ ഒക്കെ കൊടുത്താൽ മാത്രമേ പെയിൻ റിലീഫ് കിട്ടത്തുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അവസ്ഥ അമ്മയ്ക്കും ഉണ്ടായിരുന്നു. അമ്മയ്ക്കും ആ ഒരു സൈക്ലോവയും വുമൺ കമ്പാനിയനും ഒക്കെ കഴിച്ച് അമ്മയ്ക്ക് റിസൾട്ട് കിട്ടിയപ്പം വീണ്ടും പ്രോഡക്ട്സിൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ആയി. അതുപോലെ തന്നെ അച്ഛനും ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയതാണ്. അച്ഛനും പണ്ട് മുതലേ നടുവേദന പ്രശ്നങ്ങളുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അച്ഛൻ നോവേദന ക്യാപ്സ്യൂളൊക്കെ ഉപയോഗിച്ച് നടുവേദനയ്ക്ക് ശമനം കിട്ടി. ഈ റീസെന്റ് നമുക്കൊരു റിസൾട്ട് കിട്ടി. നമ്മുടെ നെർവ് എനർജി എന്ന പ്രൊഡക്റ്റ് കഴിച്ചിട്ട് കണ്ണിന് കാഴ്ച കിട്ടി തുടങ്ങിയിട്ടുണ്ട്. കാര്യം നടുവേദനയുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ കാഴ്ച കുറഞ്ഞു വരുമെന്ന് ഡോക്ടേഴ്സ് പറയാറുണ്ട്. അച്ഛനും അതുപോലെ തന്നെ കാഴ്ച താരതമ്യേന ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്ന സമയത്താണ് നമ്മുടെ നെർവ് എനർജി, ഞങ്ങൾ ശരിക്കും പുതിയ പ്രോഡക്റ്റ് നരമ്പ് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞ് വാങ്ങി വെച്ചതാണ്. എന്നാൽ അത് കഴിച്ചപ്പോൾ മുതൽ കണ്ണിൽ നിന്നും ഇങ്ങനെ വെള്ളം വന്നു തുടങ്ങി. കണ്ണ് പയ്യെ പയ്യെ ക്ലിയർ ആയിട്ട് കാഴ്ച വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ അങ്ങനെ പല പ്രോഡക്ട്സിനും പേഴ്സണൽ ആയിട്ട് ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടി. എനിക്കാണെങ്കിലും ഈ എക്സാമിന്റെ ടൈമിലുള്ള പ്രശ്നം, അതായത് നമ്മള് എന്തെങ്കിലും എക്സാം ഒക്കെ വരുമ്പോ അതിന്റെ തലേന്നൊക്കെ ഭയങ്കര പേടിയായിരിക്കും. എങ്ങനെയായിരിക്കും എക്സാം എന്നൊക്കെ ചിന്തിച്ച് കൂട്ടിയുള്ള ടെൻഷനൊക്കെ എനിക്ക് ഒരുപാടുണ്ടായിരുന്നു. പല തവണ എക്സാമിന്റെ തലേ ദിവസമൊക്കെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യേണ്ട അവസ്ഥ, ബിപിയുടെ പ്രശ്നം ഒക്കെ വന്നിട്ട് ഭയങ്കര പ്രശ്നത്തിലാണ് ഞാൻ എക്സാം സെന്ററിൽ പോകുന്നതും എക്സാം എഴുതുന്നതും ഒക്കെ. അതൊക്കെ നമ്മുടെ ഫൈവ് സ്ട്രെസ് എന്ന് പറയുന്ന ഉൽപ്പന്നം കഴിച്ച് ആ ഒരു ടെൻഷനും ഒക്കെ മാറാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഉൽപ്പന്നങ്ങളില് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമായത് തന്നെയാണ് ഇതൊരു ബിസിനസ് ആയിട്ട് ഞങ്ങൾ ഏറ്റെടുക്കാൻ മുതിർന്നത്. അപ്പൊ നമ്മുടെ 2 ഓർഗനൈസേഷനുമായിട്ട്, നമ്മുടെ ഒരു ഓർഗനൈസേഷനിലെ ഫ്രണ്ട്സിനെയും അതുപോലെ തന്നെ അടുത്ത ഓർഗനൈസേഷനിലെ ബന്ധുക്കളെയും കൂടി റെക്കമെൻഡ് ചെയ്തുകൊണ്ട് റിക്രൂട്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ബിസിനസ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത്. പല ഐഡികൾ വർക്കിംഗ് ആണ്. ഇപ്പൊ അനിയത്തി എന്ന് പറഞ്ഞ അവള് ക്ലബ്ബ് റാങ്കിലാണ് ഇപ്പൊ ഈ ബിസിനസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അച്ഛൻ റൂബി റാങ്ക് കഴിഞ്ഞ് ടി സിയിലേക്ക് എത്തുന്നു. ഞങ്ങളുടെ ഓരോ ഐഡികള്, ഒരെണ്ണം ATCയും ഒരെണ്ണം ZTC റാങ്കുകൾ, അങ്ങനെ 4 പേരും 4 റാങ്കുകളിലാണ് ഇപ്പൊ എത്തി നിൽക്കുന്നത്. അപ്പോ നിലവിൽ ഈ ഒരു ബിസിനസ് ചെയ്യാനുള്ള കാര്യം നമുക്കറിയാം. ഇപ്പോഴത്തെ സ്റ്റുഡൻസിന്റെ കാര്യം നോക്കിയാൽ മതി. ചിലപ്പോ നമ്മള് ലക്ഷങ്ങൾ കൊടുത്തു ആയിരിക്കും മക്കളെ പഠിപ്പിച്ചു വിടുന്നത്. എന്നാൽ അതിനനുസരിച്ചുള്ള ശമ്പളം ഉണ്ടാകാൻ നമ്മൾ ചിന്തിച്ചാൽ മതി. ഇപ്പൊ ഇവിടെ ആണേലും ഒരു എക്സാമ്പിൾ പറയുവാണ്, എന്റെ സിസ്റ്റർ 2 ലക്ഷം രൂപ മുടക്കി ഞങ്ങള് എറണാകുളത്തൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിച്ച് വിട്ടൊരാൾക്ക് 15,000 രൂപ മാത്രമേ ഒരു മാസത്തെ ശമ്പളമായിട്ട് കിട്ടുന്നുള്ളൂ. അപ്പൊ നമ്മൾ എത്ര എഫേർട്ട് ഇട്ട് പഠിപ്പിച്ചാൽ പോലും അതിനനുസരിച്ചുള്ള ഒരു ശമ്പളത്തിലേക്ക് ഇന്നത്തെ നമ്മുടെ ഇന്ത്യൻ എക്കണോമിക്സ് എത്തുന്നില്ല. ഇപ്പൊ ഒരുപാട് ആളുകൾ എഞ്ചിനീയറിങ്ങും അതേപോലെ തന്നെ ബിടെക്കും ഒക്കെ പാസ്സായി ഒരു നല്ല ജോലി ഇല്ലാതെ പല പ്രൈവറ്റ് മേഖലകളിലും വർക്ക് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഗവൺമെന്റ് ജോലി ആണെങ്കിലും പല ഗവൺമെന്റ് ജോലിയിലും നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മുടെ മേളിലുള്ള ഒരു ബോസ് ആജ്ഞാപിക്കുന്ന പോലെ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എത്രയോ പോലീസുകാർ ഇപ്പോ ആത്മഹത്യയായിട്ട് നമ്മൾ കാണുന്നു. ഇപ്പൊ ഏത് മേഖലയിൽ പോയാലും നമ്മളെ നിയന്ത്രിക്കാനും ശകാരിക്കാനും ഒരു ബോസ് ഉണ്ടാവും. അവരുടെ ആട്ടുതുപ്പും സഹിച്ച് മാത്രമേ നമുക്ക് അവിടെ വർക്ക് ചെയ്യാനായിട്ടും പറ്റത്തുള്ളൂ. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ബിസിനസ് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ സമയം വിനിയോഗിച്ചുകൊണ്ട് നമ്മളെ ഇവിടെ ശകാരിക്കാനോ വഴക്ക് പറയാനോ ഒന്നും ആരുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രീഡത്തോടു കൂടി വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. വേറെ ഒരു മേഖലയിലും നമുക്ക് ഫാമിലി ആയിട്ട് ജോലി ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയാൻ, ഞങ്ങൾ മീറ്റിങ്ങിലും ട്രെയിനിങ്ങിനൊക്കെ പോകുന്ന ചിലപ്പോൾ ഞങ്ങൾ 4 പേരും കൂടി ഒരുമിച്ചായിരിക്കും GTSകളിൽ പങ്കെടുക്കുന്നത്, ട്രെയിനിങ്ങിന് പോണതും ഒക്കെ 4 പേരും ഒന്നിച്ചായിരിക്കും, അല്ലെങ്കിൽ ഞാനും ഉമ്മയും. അപ്പൊ നമുക്ക് ഫാമിലി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ് ആണ് ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ
ആഹ് എല്ലാ വ്യക്തികളും ഇപ്പൊ നിങ്ങളൊക്കെ എന്റെ അമ്മയുടെ പ്രായമൊക്കെ കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമ്മളെല്ലാവരും ഈ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള മക്കളെ കൂടി ഇടക്ക് ഈ ഒരു പ്രോഗ്രാം സെന്ററിലും അതേപോലെ തന്നെ ഈ ബിസിനസിന്റെ പ്രാധാന്യമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ഇത് ശക്തമായിട്ട് ചെയ്യാനായിട്ട് മുതിർന്ന് വരണമെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ GTS സെന്ററുകളിൽ ചെന്നാലും ഇപ്പൊ ഒരുപാട് യങ്സ്റ്റേഴ്സിനെ നമ്മളിപ്പോ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലൊക്കെ ആണെങ്കിലും കണ്ണൂരിന്നും കോഴിക്കോടുന്നും വയനാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ചെറുപ്പക്കാരായ കുട്ടികൾ ഇവിടെ വന്ന് നിന്ന് നമ്മുടെ മൈ ലൈഫ് സ്റ്റൈൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ വീടിനും ഒരു 4 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ കണ്ണൂരുകാരും ഒക്കെ വന്ന് താമസിച്ച് ഈ ഒരു ബിസിനസ് ചെയ്യുവാണ്. അതും ചെറുപ്പക്കാരായ കുട്ടികളാണ് നമ്മൾ മിക്കപ്പോഴും ഇപ്പൊ കാണാൻ തുടങ്ങുന്നത്. ഇപ്പൊ GTS സെന്ററിൽ ചെന്നാലും ഒക്കെ ഒരു 20% ചെറുപ്പക്കാരിലേക്ക് ഈ ഒരു ബിസിനസ് എത്തിയതിൽ വളരെയധികം സന്തോഷം. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെറുപ്പക്കാർക്ക് ചെയ്യാൻ പറ്റിയ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ആണ്. നമ്മളൊരു 3 മുതൽ 5 വർഷം വരെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കാതെ നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്ത് ഈ ഒരു ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മൾക്കാണേലും എന്തെങ്കിലും നമ്മള് പ്രൈവറ്റ് ആയിട്ട് ജോലി ചെയ്യുമ്പോഴൊക്കെയാണേലും എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞ് ലീവ് ചോദിച്ചാൽ പോലും ആരും തരൂല. കാര്യം ഞാനും ഇവിടെ അനുഭവിച്ചിട്ടുള്ളതാണ്. എന്റെ അമ്മ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ സ്റ്റാഫ് ആയിരുന്നു. ലീവ് ചോദിച്ചാല് ലീവ് കൊടുക്കത്തില്ല. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ എന്തെങ്കിലും കള്ളം പറഞ്ഞൊക്കെ ആയിരിക്കും ചിലപ്പോ ലീവ് വാങ്ങിക്കുക. അതുപോലെ തന്നെ പ്രൈവറ്റ് ആയിട്ട് ജോലി ചെയ്യുമ്പോൾ പല പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് അങ്ങനെയുള്ള യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ നമുക്ക് ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്ത് ഇപ്പൊ ഞാനാണെങ്കിൽ പോലും അങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത ഒരു ടൈപ്പാണ്. പണ്ട് മുതലേ എങ്ങനെയാണ് ഇപ്പൊ കുട്ടികളൊക്കെ ആണെങ്കിലും ഫ്രണ്ട്സിന്റെ കൂടെ ആണെങ്കിലും അമ്പലത്തിലോ അല്ലെങ്കിൽ പുറത്ത് ചായ കുടിക്കാനെങ്കിലും പോകുന്ന ആളുകളാണെങ്കിൽ ഞാൻ നേരെ തിരിച്ചാണ്. ഞാൻ എങ്ങും പോവാറില്ല. ഞാൻ വീട്ടിൽ തന്നെ ഇരിപ്പാണ് പതിവ്. പക്ഷെ ഈ ഒരു ബിസിനസ്സിൽ വന്നതിന് ശേഷമാണ് ഞാൻ ശരിക്കും എന്റെ നാട് പോലും കറക്റ്റ് ആയിട്ട് കാണുന്നത്. ഇപ്പോ 4 ജില്ലകളിലായിട്ട് ബിസിനസ് ഉണ്ട്. നമുക്ക് കോട്ടയം ജില്ലയിലും അതുപോലെ തന്നെ ഇടുക്കി, എറണാകുളം, ആലപ്പുഴ ഇങ്ങനെ 4 ജില്ലയിലാണ് ബിസിനസ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇടുക്കിയിലൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് മെയിൻ ആയിട്ട് ഏലം കർഷകർക്ക് നമ്മുടെ ഇന്ത്യാഗ്രോഡ് ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ അവിടെ കുറച്ച് ടീമിനെ സെറ്റ് ആക്കാനായിട്ട് സാധിച്ചു. ഈ ഒരു മാസത്തിന് ശേഷം നമുക്ക് വയനാട്ടിലേക്കൊരു ടീം ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പ്ലാനിങ്ങിലാണ് നിലവിൽ ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ എന്തായാലും വളരെ ശക്തമായിട്ടാണ് ഈ ഒരു ബിസിനസ് ചെയ്തു വരുന്നത്. അപ്പൊ കഴിഞ്ഞ ആഴ്ചയാണെങ്കിലും നമുക്ക് DTC ആൻഡ് എബോ ട്രെയിനിങ് വയനാട്ടില് നടത്തിയതൊക്കെ വളരെ പോസിറ്റീവായിട്ട് കാണുന്നു. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് എങ്ങനെ വിജയിക്കാമെന്ന് കൃത്യമായിട്ട് ആ ഒരു 2 ദിവസത്തെ ട്രെയിനിങ്ങിൽ നമുക്ക് മനസ്സിലാക്കുകയുണ്ടായി. അപ്പോ നമ്മുടെ ബിസിനസ് എല്ലാവരും ഈ ഒരു ബിസിനസ്സിൽ നിന്നും വിട്ടുപോകാതെ ശക്തമായിട്ട് നിൽക്കുക. ഇപ്പൊ വേറെ എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്ന പോലെയല്ല, നമുക്കിവിടെ ഒരു മുതൽ മുടക്കം ഒന്നും ഇല്ലാതെ ഒരു സാധാരണക്കാരനും നന്നായിട്ട് അവരുടെ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് വിജയിച്ച് കയറാനുള്ള ഒരു കച്ചിത്തുരുമ്പ് അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന പോലെ അവസാനത്തെ ബസ്സാണെന്ന് ഞങ്ങളുടെ പല മീറ്റിങ്ങുകളിലും സാറ് പറയുന്നത് അവസാനത്തെ ബസ്സാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ ബസ് ഇല്ല. അപ്പൊ അവസാനത്തെ ബസ് എന്ന് കരുതി എല്ലാവരും ഈ ഒരു ബിസിനസ് ശക്തമായിട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഗവൺമെന്റ് പോലും ഈ ഒരു ബിസിനസ്സിനെ നല്ലപോലെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. കാര്യം നമുക്കറിയാം ഗവൺമെന്റിന് ടാക്സ് ലഭിക്കുന്നുണ്ട് ഒന്നാമത്തെ കാര്യം. അതുപോലെ തന്നെ ഇപ്പൊ തൊഴിലില്ലായ്മ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ജോലി ഉള്ള ആളുകൾക്ക് കൂലി കറക്റ്റ് ആയിട്ട് കൊടുക്കുന്നില്ല. പല ഗവൺമെന്റ് എംപ്ലോയീസും ഇപ്പൊ KSRTC ഒക്കെ ആണെങ്കിലും എടുത്ത് നോക്കിയാ അറിയാം. അവർക്ക് ജോലി പറയാനായിട്ട് ജോലിയുണ്ട്. എന്നാൽ അതിനനുസരിച്ചുള്ള വേതനം ഉണ്ടോ എന്ന് ചോദിച്ചാല് അത് കൊടുക്കുന്നില്ല. അല്ലെ അവര് ചിലപ്പോ സമരം ചെയ്ത് വഴിയിൽ സമരം ചെയ്ത് കഴിഞ്ഞാലായിരിക്കും ചിലപ്പോ അവർക്കുള്ള ഒരു മാസത്തെ ശമ്പളമൊക്കെ കൊടുക്കുക. അപ്പൊ ജോലിയുള്ളവർക്ക് കൂലിയില്ല. ഇനിയിപ്പോ ജോലി ഉണ്ടെങ്കിൽ പോലും നമ്മള് ഇടുന്ന എഫോർട്ടിനനുസരിച്ചുള്ള കൂലി ഇന്ത്യയിൽ എവിടെ ഇപ്പൊ ലഭിക്കുന്നില്ല. ഇപ്പൊ നമുക്ക് ഒരു 50,000 രൂപയാണ് സാലറി എങ്കിൽ നമ്മളെ കൊണ്ട് ആ ഒരു ജോലി സ്ഥലത്തുള്ള ആൾക്കാർ 1,00,000 രൂപയുടെ പണി എടുപ്പിച്ചിട്ടാണ് 50,000 രൂപ നമുക്ക് സാലറി തരുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ നോക്കുവാണെങ്കിൽ എന്തുകൊണ്ടും നമുക്ക് ഈ ഒരു ബിസിനസ് വളരെയധികം പ്രയോജനകരമാണ്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ തൊഴിലില്ലാതെ ഒക്കെ ഈ ഒരു സമൂഹത്തില് ഇപ്പൊ നിലനിൽക്കുന്നു. ഇപ്പൊ നമ്മുടെ മൈ ലൈഫ് സ്റ്റൈലിന്റെ ഒരു സിസ്റ്റം അനുസരിച്ച് നമ്മളൊന്ന് ശക്തമായിട്ട് റീറ്റെയിൽ ചെയ്താൽ പോലും ഒരു ദിവസം നമുക്ക് നല്ല ഒരു വരുമാനം ഉണ്ടാക്കും. ഇപ്പൊ ഒരു കൂലിപ്പണിക്കാരന് ഒരു 1000 1200 രൂപയാണെങ്കിൽ
നമ്മുടെ ഏകദേശം 10-15ഓളം പേസ്റ്റ് ഒരു ദിവസം റീറ്റെയിൽ ചെയ്യാനായിട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് ഈ ഒരു വരുമാനം ഒറ്റ ദിവസം കൊണ്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ ഞങ്ങൾ ഒരുപാട് റീറ്റെയിൽ വരുമാനം വാങ്ങിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ ഞങ്ങളുടെ നാട്ടില് നമുക്ക് നമ്മുടെ പ്രോഡക്ട്സ് നമ്മൾ വീട്ടിൽ ഹോം ഷോപ്പ് ചെയ്തതാണ്. 30,000 രൂപയുടെ പ്രൊഡക്റ്റ് എടുത്ത് പഞ്ചായത്ത് പ്രസിഡന്റിനെ കൊണ്ട് ആ ഒരു സമയത്ത് ഉദ്ഘാടനം ചെയ്യിച്ചതാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, എല്ലാവർക്കും അറിയാം നമ്മുടെ വീട്ടില് പ്രൊഡക്ട്സ് ഉണ്ട്, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവർ ഇങ്ങോട്ട് ചോദിച്ചു വരുന്നതാണ്. അപ്പൊ പൈസക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഈ ഉൽപ്പന്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഞാനും അമ്മയും കൂടി ഒരു ബാഗിന്റെ അകത്താക്കി ഞങ്ങളുടെ നാടൊന്ന് ചുറ്റി വരുമ്പോ ഏകദേശം 10,000 രൂപ ഞങ്ങളുടെ കയ്യിൽ റീറ്റെയിൽ വരുമാനം ഉണ്ടാവും. അപ്പോ ബിസിനസ് എന്ന് പറയുന്നത് നല്ല പോസിറ്റീവായിട്ട് എടുക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഈ ഒരു വശം എന്ന് പറയുന്നത്. റീറ്റെയിൽ വരുമാനത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ ടീമിലാണെങ്കിൽ പോലും ഒരിടക്ക് 1000 പേസ്റ്റ് ചലഞ്ച് എന്ന് പറഞ്ഞ ഒരു കുറച്ച് ചലഞ്ചുകൾ വന്ന 100 കവചപ്രാശം 1000 പേസ്റ്റ് ചലഞ്ച് ഒക്കെ വന്നത് വഴി ഒരുപാട് ആൾക്കാര് 1000 പേസ്റ്റ് ഒറ്റ ദിവസം കൊണ്ട് വിറ്റ് ലാഭം കണ്ടെത്തിയ ആൾക്കാർ വരെ ഞങ്ങളുടെ ടീമിലുണ്ടായിരുന്നു. അപ്പൊ ആ കൂടെ തന്നെ ഞങ്ങളും ഏകദേശം ഒരു 500 പേസ്റ്റ് എടുത്ത് ആ ഒരു സമയത്ത് ഞാനും അമ്മയും കൂടെ റീറ്റെയിൽ ചെയ്ത് നല്ല വരുമാനമൊക്കെ ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നിട്ട് ഈ ബിസിനസിന്റെ എല്ലാവിധ വരുമാനങ്ങളും ആസ്വദിക്കാനായിട്ട് സാധിച്ചു. നമ്മുടെ DTC റാങ്കിൽ കൊടുക്കുന്ന ലോയൽറ്റി ബോണസ് ഒക്കെ കഴിഞ്ഞ 11 മാസം തുടർച്ചയായിട്ട് ലോയൽറ്റി ബോണസ് അടിച്ചുകൊണ്ട് ഏകദേശം 65,000 രൂപ ഈ ലോയൽറ്റി ബോണസിലൂടെ ഞങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഉൽപ്പന്നങ്ങള് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റിയ ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ വെൽനസ് പ്രോഡക്ട്സ്, അതേപോലെ തന്നെ നമ്മുടെ കോസ്മെറ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇതിപ്പോ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ മിക്ക ആളുകളും പ്രായഭേദമന്യേ പൈസ ചെലവാക്കുന്ന ഒരു വിഭാഗമാണ് പേഴ്സണൽ കെയർ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. ഷാമ്പു ആണെങ്കിലും സോപ്പ് ആണെങ്കിലും നമ്മുടെ പലതരത്തിലുള്ള ബോഡി ലോഷൻസ് ആണെങ്കിലും ഒക്കെ അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളാണ് നമുക്ക് കൂടുതലായിട്ടും ഇപ്പൊ മാർക്കറ്റിലെ ഒരു രീതി നോക്കിയാൽ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ചെലവായി വരുന്നത്. അപ്പൊ നമ്മുടെ ഉൽപ്പന്നങ്ങള് അതേ മോഡലുള്ള ഉൽപ്പന്നങ്ങള് നമ്മൾ കൂടുതലായിട്ടും അതുകൂടി ഫോക്കസ് ചെയ്തുകൊണ്ട് റീറ്റെയിൽ ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുക. അപ്പൊ നമ്മുടെ ബിസിനസിന്റെ പ്രത്യേകത ഇപ്പൊ തൊഴിലില്ലാത്ത ഒരാൾക്ക് പോലും നമ്മുടെ ഉൽപ്പന്നങ്ങളൊന്ന് എടുത്ത് അതിനെ പറ്റി പഠിച്ചു കഴിഞ്ഞാല് ഒരു ദിവസം കൊണ്ട് റീറ്റെയിൽ ചെയ്ത് 10,000, 5,000, 10,000 നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ 1,00,000 രൂപ വരെ നമുക്ക് റീറ്റെയിൽ ചെയ്ത് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ ഒരു ബിസിനസ് ആണ് നമ്മുടെ മൈ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന ലീഡേഴ്സ് എന്ന് പറയുന്നത് മൈ ലൈഫ് സ്റ്റൈൽ തന്നെ ഏറ്റവും ചുണക്കുട്ടന്മാരായിട്ടുള്ള ലീഡേഴ്സിനെ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് മൂലമാണ് നമ്മളെല്ലാരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞങ്ങളാണെങ്കിൽ പോലും ഒരുപാട് ജില്ലകളിൽ നമുക്ക് ടീം ഉണ്ടെങ്കിൽ പോലും ലീഡേഴ്സിന്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇത്രയും നല്ലൊരു ടീമിനെ ഞങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോ നമ്മള് ലീഡേഴ്സ് പറയുന്നത് പോലെ തന്നെ കേട്ടുകൊണ്ട് ഈ ഒരു ബിസിനസ് അതിശക്തമായിട്ട് തന്നെ ചെയ്യാനായിട്ട് നോക്കുക. ഇപ്പൊ നമ്മള് കഴിഞ്ഞ ഫെബ്രുവരി 19-ാം തീയതി നമ്മുടെ ഈ ഒരു ബിസിനസിന് ഗവൺമെന്റ് ആണേലും അംഗീകരിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 19-ാം തീയതി നമ്മുടെ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തു. അപ്പൊ നമുക്കറിയാം ഗവൺമെന്റ് ആണേലും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു മേഖലയാണ്. പിന്നെ നമ്മൾ എന്തുകൊണ്ട് ഈ ഒരു ബിസിനസ് ചെയ്യാനായിട്ട് മടിച്ചു നിൽക്കണം? ഇപ്പൊ പുതിയ ആൾക്കാരൊക്കെ ചിലപ്പോ ഞാൻ പറഞ്ഞ അവര് കേൾക്കുവോ, ഞാൻ പറഞ്ഞ അവര് വരുവോ എന്നൊക്കെയുള്ള ചിന്തകളൊക്കെ ഉണ്ടാകും. ആ ചിന്തകളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ മുന്നിട്ടിറങ്ങുക. നമ്മുടെ ബിസിനസ് ആണ്. ഇപ്പൊ നമുക്ക് യാതൊരുവിധ ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ ഇത്രയധികം വരുമാനം നമ്മളിലേക്ക് എത്താൻ പറ്റിയ മറ്റൊരു ബിസിനസ് ഞാൻ നോക്കിയിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ നിലവിൽ നമ്മൾ ചെയ്യുന്ന ചുറ്റുപാടുകളിലൊന്നും നമ്മൾ കാണുന്നില്ല. ഇപ്പൊ വേറെ എന്ത് ബിസിനസ് തുടങ്ങിയാലും അവിടെ മുതൽ മുടക്കും, അതുപോലെ തന്നെ നമുക്ക് പെർമിറ്റുകളും ലൈസൻസും എല്ലാം ആവശ്യമുണ്ട്. അതിനൊക്കെ നമ്മൾ ലക്ഷങ്ങൾ വേണം മുടക്കാൻ. പക്ഷെ ഇവിടെ എന്ന് പറയുന്ന 5,000, 10,000, 30,000 രൂപയുടെ പ്രൊഡക്റ്റ് എടുത്ത് നമുക്കിത് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് വലിയ വലിയ വരുമാനങ്ങളിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ പലതരത്തിലുള്ള ചിലപ്പോൾ വെല്ലുവിളികൾ നമ്മൾ നേരിടാം. കാര്യം ഞാൻ പറഞ്ഞു, പഴയ ആ ഒരു രീതിയിൽ ഈ ഒരു ബിസിനസിനെ നോക്കിക്കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പൊ എന്റെ ഒരു അവസ്ഥ എടുത്ത് നോക്കിയാലും
ഒരുപാട് ആൾക്കാര് കുറ്റപ്പെടുത്താനും ശകാരിക്കാനും ഒക്കെ ഉണ്ട്. കാര്യം എന്തെങ്കിലും ഒരു ജോലിക്ക് പോകേണ്ട കുട്ടിയാണ്. ഡിഗ്രി കഴിഞ്ഞിട്ട് ഇങ്ങനെ വേറൊന്നും പഠിക്കുന്നുമില്ല. അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ജോലിക്ക് പൊക്കൂടെ, PSC നോക്കിക്കൂടെന്ന് നമ്മൾ പുറത്തിറങ്ങുമ്പോഴത്തേക്കും പല തരത്തിലുള്ള കാര്യങ്ങളാണ് ഓരോരുത്തരും നമ്മളോട് പറയുന്നത്. അപ്പൊ നമ്മൾ അതൊന്നും വകവെക്കാതെ ഈ ഒരു ബിസിനസിന്റെ അവസരങ്ങളെ പറ്റി മനസ്സിലാക്കിയത് നമ്മളാണ്. അല്ലേ? നമ്മള് മനസ്സിലാക്കിയെങ്കിലും നമ്മളത് കൃത്യമായിട്ട് ഒരു ബിസിനസ് ചെയ്യുക. നമ്മുടെ വിജയത്തിലൂടെ ആയിരിക്കും നമ്മളെ ശകാരിച്ചവർക്കും പുച്ഛിച്ചവർക്കും ഒക്കെ തിരിച്ചടി കൊടുക്കാനായിട്ട് നമുക്ക് പറ്റുക. അപ്പൊ ആളുകൾ എന്ത് പറഞ്ഞാലും അതൊന്നും വകവെക്കാതെ ഇത് നമ്മുടെ ബിസിനസ് ആണ്, ഇതിന്റെ അവസരം അറിയാവുന്ന നമ്മൾക്കാണ്. അതുകൊണ്ട് തന്നെ ആരും ഒരു തരത്തിലും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട. നമ്മൾ ഈ ഒരു ബിസിനസ് നന്നായിട്ട് ഡെവലപ്പ് ചെയ്ത് അവരെ കാണിച്ചു കൊടുക്കുക. നാളെ നമ്മുടെ വിജയം വരുമ്പോഴത്തേക്കും അവരും ഈ ഒരു ബിസിനസിന്റെ അവസരം ചിലപ്പോ നമ്മളോട് ചോദിച്ചു വാങ്ങിക്കും. അല്ലെങ്കിൽ അവരും ചിലപ്പോ മറ്റൊരാളുടെ ഡിസ്ട്രിബ്യൂട്ടർ ആയിരിക്കാം, നമ്മുടെ ടീമിൽ തന്നെ ആരുടെയെങ്കിലും ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് മാറും. ഇപ്പൊ ഒരുപാട് ആൾക്കാർ നമ്മൾ പ്ലാൻ കൊടുക്കുമ്പോഴൊക്കെ നോ പറയുന്നുണ്ട്. എന്നാല് നമ്മൾ പോയി കഴിഞ്ഞാൽ വേറൊരാള് നമ്മുടെ ഓപ്പർച്യൂണിറ്റി ആയിട്ട് എത്തുമെന്നുള്ള കാര്യം ഷുവറാണ്. കാര്യം മൈ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഇപ്പൊ ഒരു കാട്ടുതീ പോലെ പടർന്നു കയറുന്ന ഒരു സമയമാണ്. ഒരുപാട് വ്യക്തികൾ ഇപ്പൊ നമ്മുടെ GTS സെന്ററുകളൊക്കെ നോക്കിയാൽ മതി. GTS സെന്ററിലൊന്നും കേറാൻ പറ്റാത്ത രീതിയിലാണ് ആളുകളുടെ ഒഴുക്ക് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ പോകുന്ന GTS എന്ന് പറയുന്ന എറണാകുളം പോവാറുണ്ട്, കോട്ടയം പോവാറുണ്ട്, ആലപ്പുഴ, അതുപോലെ തന്നെ ഞങ്ങളുടെ ചേർത്തല GTS, ഇങ്ങനെ 4 GTSിലാണ് പങ്കെടുക്കുന്നത്. അപ്പോ അവിടെയൊക്കെ ചെല്ലുമ്പോ അറിയാം, തിങ്ങി നിറഞ്ഞ് കോട്ടയം GTSിലൊന്നും ചെന്നാൽ നമുക്ക് കേറാൻ പോലും പറ്റാത്ത രീതിയിലാണ് ഒരുപാട് ആൾക്കാർ. ഇപ്പൊ കോട്ടയം ജില്ലയിലാണെങ്കിൽ പോലും ഇടുക്കിന്നും പത്തനംതിട്ടയിന്നും ഒക്കെ ഒരുപാട് വ്യക്തികൾ ഈ ഒരു കോട്ടയം GTSിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഇഷ്ടം പോലെ ആളുകൾ ഈ ഒരു ബിസിനസ്സിനെ നെഞ്ചോട് ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. ഇപ്പൊ നമ്മള് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട, നമ്മുടെ ബന്ധുക്കളെ സുഹൃത്തുക്കളെ എത്രയും പെട്ടെന്ന്, നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെയൊക്കെ എത്രയും പെട്ടെന്ന് ഈ ഒരു ബിസിനസ് നമ്മൾ പരിചയപ്പെടുത്തുക. കാര്യം ഞാൻ പറഞ്ഞ പോലെ നമ്മളില്ലെങ്കിലും മറ്റൊരാൾ വന്ന് ആ സെയിൽ എടുത്തുകൊണ്ട് പോകാനുള്ള 100% സാധ്യതയുണ്ട്. കാര്യം ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലാണെങ്കിലും പോലും കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നും ഒക്കെ വന്ന് സ്റ്റേ ചെയ്ത് ഇവിടെ ബിസിനസ് ചെയ്യുന്ന ഒരു സന്ദർഭമാണ്. അപ്പൊ നമ്മൾ ഇന്ന് ചെന്നില്ലെങ്കിൽ നമ്മുടെ സെയില് ആരെങ്കിലും കൊണ്ടുപോകും. ഇപ്പൊ നമ്മള് GTS സെന്ററുകളിലേക്ക് ഒരു വ്യക്തിയെ ക്ഷണിക്കുവാണെങ്കിൽ, അപ്പൊ ഞങ്ങൾക്ക് ഉണ്ടായ ഒരു അനുഭവം പറയാം. കഴിഞ്ഞ നമ്മുടെ പെർഫോമൻസ് വിത്ത് ആക്സലറേഷൻ പ്രോഗ്രാമില് എന്റെ കൂടെയുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഒരാളെ പ്രോഗ്രാം സെന്ററിലേക്ക് ഇൻവൈറ്റ് ചെയ്തത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ചേട്ടൻ പൊക്കോ, ഞാൻ പുറകെ വന്നേക്കാന്ന് പറഞ്ഞു ബൈക്കില് ഇറങ്ങിയത്. അപ്പൊ പുള്ളി എവിടെയോ വെച്ച് പെട്രോൾ അടിക്കാൻ വേണ്ടി വണ്ടി നിർത്തി. വണ്ടി നിർത്തിയപ്പോ മറ്റൊരു വ്യക്തി, അതായത് ഈ പുള്ളിക്കാരനെ അറിയാവുന്ന ഒരാളാണ്, എവിടെ പോകുന്നു, അപ്പൊ പറഞ്ഞു ഇന്ന പോലെ അവൻ വിളിച്ചിട്ട് ഞാനൊരു പ്രോഗ്രാമിന് പോവുകയാണ് എന്ന് പറഞ്ഞപ്പോ ഇദ്ദേഹത്തിന് അറിയാം ഈ സാറ് ഈ ഒരു ബിസിനസ് ചെയ്യുന്ന കാര്യം ഈ ബൈക്കില് അല്ലെങ്കിൽ ഈ പെട്രോൾ പമ്പിൽ വെച്ച് കണ്ട വ്യക്തിക്ക് അറിയാം. അപ്പൊ പറഞ്ഞു ഇവൻ ഇന്ന കാര്യത്തിനാ വിളിക്കുന്നത്, ഇത് എന്റെ കയ്യിലുണ്ട്, ഈ പ്രോഡക്റ്റ് ഞാൻ തന്നോളാന്ന് പറഞ്ഞു ആ പോകുന്ന വഴി പെട്രോൾ പമ്പിൽ വെച്ച് സെയില് ക്ലോസ് ചെയ്തിട്ട് പോയി. അദ്ദേഹം വിളിച്ച ഗസ്റ്റിന് പ്രൊഡക്റ്റ് കിട്ടിയത് കൊണ്ട് തന്നെ ഗസ്റ്റ് തിരിച്ചു പോവുകയുണ്ടായി. അപ്പൊ വിളിച്ചു ചോദിച്ചപ്പോ പറഞ്ഞു, എടാ നീ ഇതിനല്ലേ വിളിച്ചത്, അപ്പൊ ഞാൻ വഴി വെച്ച ഒരാളെ കണ്ട് എനിക്ക് ആ പ്രോഡക്റ്റ് കിട്ടി, നീ പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലായത്, പ്രോഡക്റ്റ് എനിക്ക് അപ്പൊ തന്നെ കിട്ടിയെന്ന് പറഞ്ഞു തിരിച്ചു പോവുകയുണ്ടായി. ഇപ്പൊ നമ്മള് വിചാരിക്കുന്ന ഗസ്റ്റ് ചിലപ്പോ നമ്മുടെ ബിസിനസ് ചെയ്യണമെന്നില്ല, അല്ലെങ്കിൽ വരുന്ന പ്രോഗ്രാം കേൾക്കാൻ വരുന്ന വഴിയായിരിക്കും മറ്റൊരാള് സെയിലും കൊണ്ട് പോവുക. അപ്പൊ അത്തരത്തില് ഒരുപാട് ആളുകൾ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്നു വെച്ചാൽ നമ്മുടെ കോണ്ടാക്റ്റുകൾ വിട്ടുപോകാതെ നമ്മൾ ഈ ഒരു ബിസിനസ് അവരിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ എത്തിക്കാനായിട്ടുള്ള ഒരു ശ്രമം ഉണ്ടാക്കണം. അപ്പൊ അല്ലെങ്കിൽ നാളെ നമുക്ക് പശ്ചാത്തപിക്കേണ്ട ഒരു അവസ്ഥ വരും, നമ്മുടെ ഏറ്റവും അടുത്തുള്ള ബന്ധുവോ സുഹൃത്തോ മറ്റൊരു ടീമിൽ പോയി വർക്ക് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മുടെ കൂടെ ചെയ്യേണ്ട ആൾക്കാര് എത്രയും പെട്ടെന്ന് തന്നെ അവരെ നമ്മള് ഫോളോ അപ്പ് ചെയ്യുക, അവർക്ക് പ്രോഗ്രാം കൊടുത്തുകൊണ്ട് ഈ ഒരു ബിസിനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ ഇപ്പൊ പ്രൊഡക്റ്റിന്റെ കാര്യത്തിലാണെങ്കിലും കമ്പനിയുടെ കാര്യത്തിലാണെങ്കിലും ലീഡേഴ്സിന്റെ കാര്യത്തിലാണെങ്കിലും ഒന്നും യാതൊരുവിധ പ്രശ്നവും നമുക്ക് നേരിടേണ്ടി വരുന്നില്ല. എല്ലാം കൊണ്ടും നമ്പർ 1 ക്വാളിറ്റി ഉള്ള ഒരു കമ്പനിയിലാണ് നമ്മൾ നിലവിൽ വർക്ക് ചെയ്ത് വരുന്നത്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചത്തെ ട്രെയിനിങ് ആണെങ്കിലും നമ്മുടെ
COO സലിൽ മാത്യൂസ് സാറിന്റെ ട്രെയിനിങ് ആയിരുന്നു. കമ്പനി മാനേജ്മെന്റ് തന്നെ നേരിട്ട് വന്ന് ലീഡേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ അവിടെ കണ്ടത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ബിസിനസ്സിലുള്ള കോൺഫിഡൻസ് കൂടി. ബിസിനസ്സിലുള്ള കോൺഫിഡൻസ് കൂടി. ആരൊക്കെ എന്ത് പറഞ്ഞാലും ഈ ഒരു ബിസിനസ്സിൽ നമ്മൾ വിജയിച്ച് തന്നെ കാണിച്ചു കൊടുക്കുക. വിമർശിക്കാനും കുറ്റപ്പെടുത്താനും ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ടാകും. പക്ഷെ അവരാരും നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ 100 രൂപ 1000 രൂപയൊക്കെ തരുമെന്ന് തോന്നുന്നില്ല. ഒരു തവണ തരും. എന്നാല് നമ്മുടെ ആവശ്യങ്ങൾക്ക് ആരൊക്കെ കൂടെ നിൽക്കുമെന്ന് നമുക്ക് ഒരിക്കലും ഗ്യാരണ്ടി ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ബിസിനസ്സിലൂടെ പാസീവ് ഇൻകം മേടിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. ഇപ്പൊ പല ആളുകളും ചിലപ്പോ TC ആവുന്നതിന് മുമ്പ് നിർത്തിപ്പോവും, BTC ആയിട്ട് നിർത്തിപ്പോവും, അല്ലെങ്കിൽ STC ആയിട്ട് നിർത്തിപ്പോകുന്നതൊക്കെ ചിലപ്പോ നമ്മൾ കാണാറുണ്ട്. അപ്പൊ പ്രശ്നങ്ങൾ വരുമ്പോ നമ്മൾ അതിനെ നേരിടാൻ പഠിക്കുക, അല്ലാതെ പേടിച്ച് പിന്നോട്ട് വലിയുകയല്ല വേണ്ടത്. എല്ലാവരും ശക്തമായിട്ട് തന്നെ ഈ ഒരു ബിസിനസ് ചെയ്യുക. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയിലാണേലും നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ട്, ഇന്ത്യ ഒരു വികസ്വര രാജ്യമാണെന്നാണ്. ഞാനും കുഞ്ഞിലെ മുതൽ പഠിച്ചിട്ടുണ്ട്. ചിലപ്പോ നിങ്ങളെല്ലാവരും കുഞ്ഞിലെ മുതൽ ഇത് തന്നെയായിരിക്കും പഠിച്ച. ഇന്ത്യ എപ്പോഴാണ് വികസിത രാജ്യമാവുന്നതെന്ന് വെച്ചാൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ കൈകളിലേക്കും സ്ത്രീകളുടെ കൈകളിലേക്കും സാമ്പത്തികം വന്നു ചേർന്നാൽ മാത്രമേ ഇന്ത്യയില് എന്താ പറയാ ഈ ഒരു സാമ്പത്തികമായിട്ട് ഇന്ത്യക്ക് വിജയിക്കാൻ ഉന്നതിയിൽ എത്താനായിട്ട് സാധിക്കത്തുള്ളൂ. ഇപ്പൊ ലോക എക്കണോമി എടുത്തു നോക്കി ഇന്ത്യക്ക് 4-ാം സ്ഥാനത്തോളം, സോറി 2-ാം സ്ഥാനമായിട്ടുണ്ട് ഇപ്പൊ. പക്ഷെ ഇന്ത്യയിലെ ഓരോ വ്യക്തികളെയും പേഴ്സണലായിട്ട് എടുത്തു നോക്കിയാല് അവരുടെ ജീവിത മാർഗം അല്ലെങ്കിൽ അവരുടെ വരുമാനം എത്രയുണ്ടെന്ന് നോക്കിയാൽ വളരെയധികം എന്താ പറയാ ദയനീയമായിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ അവിടെ കാണേണ്ടി വരുന്നത്. അപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലും ബീഹാറിൽ നിന്നും ഒക്കെ ഒരുപാട് വ്യക്തികൾ വന്ന് ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്താ അവിടെ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ശമ്പളം ഇവിടെ കിട്ടുന്നുണ്ട്. പക്ഷെ ഇവിടത്തെ കുട്ടികൾ അല്ലെങ്കിൽ ഇവിടെയുള്ള ആൾക്കാര് ഇപ്പൊ യങ്സ്റ്റേഴ്സിനെ ഒന്നും ശരിക്കും നമ്മുടെ നാട്ടിൽ കാണാനില്ല. ഇപ്പൊ കോട്ടയം ജില്ലയിലൊക്കെ വരുവാണെങ്കിൽ ഒരുപാട് അടച്ചിട്ട വീടുകൾ, അല്ലെ പ്രായമായ അമ്മയും അച്ഛനും മാത്രമേ കാണുള്ളൂ ഓരോ വീടുകളിലും. എന്താണ് അവിടെയുള്ള ആളുകളെല്ലാം ഈ ഇന്ത്യയിൽ നിന്നും ചേക്കേറി പല വിദേശ രാജ്യങ്ങളിലുമാണ് താമസമൊക്കെ. അപ്പൊ ഇന്ത്യയിലെ ഒരു നിലവാരം അനുസരിച്ചുകൊണ്ട് നമ്മളെപ്പോലുള്ള സാധാരണക്കാരന് ജീവിച്ച് പോവാൻ പറ്റാത്ത രീതിയിലാണ് നമുക്ക് കിട്ടുന്ന സാമ്പത്തികം എന്ന് പറയുന്നത്. ഇന്നത്തെ നിലവാരത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ സ്വർണ്ണവില ഒരു പവന് 1,00,000 രൂപ ഈ കാലത്ത് കൊടുക്കണം. ഒരു കല്യാണം നടത്തണമെങ്കിൽ പോലും ഒരു 5 പവൻ മേടിക്കണമെങ്കിൽ 5 ലക്ഷം രൂപ വേണം. അതുപോലെ തന്നെ നമ്മൾ പെട്രോൾ അടിക്കണമെങ്കിൽ 110 രൂപയില്ലാതെ 1 ലിറ്റർ പെട്രോൾ കിട്ടൂല. 100-ൽ കൂടുതൽ നമ്മൾ പെട്രോൾ അടിക്കാൻ കൊടുക്കണം. ഗ്യാസിന്റെ വില നോക്കുകയാണെങ്കിൽ എന്നും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള വിലക്കയറ്റം ഇപ്പൊ ഓണത്തിന്റെ ഒക്കെ സമയത്ത് വെളിച്ചെണ്ണ ആണെങ്കിൽ പോലും 1 ലിറ്ററിന് 500 രൂപയോളം നമ്മൾ കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത്. നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ഓരോ ദിവസം കഴിയും തോറും ഓരോ പ്രൊഡക്ട്സിന്റെയും വില കൂടുന്നുണ്ട്. പക്ഷെ അതിനനുസരിച്ച് നമ്മുടെ പോക്കറ്റിലേക്ക് വരുന്ന ഇൻകം എങ്ങനെയാണ് വരുന്നത്, നമ്മുടെ പോക്കറ്റിലേക്ക് കിട്ടുന്ന വരുമാനത്തിൽ എന്തെങ്കിലും വർധനവ് ഉണ്ടോ എന്ന് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ഒരിക്കലുമില്ല. കാര്യം ഈ ഒരു വർഷങ്ങൾക്കിടയിൽ ഇത്രയൊക്കെ വില കൂടിയെങ്കിൽ നമുക്ക് വരുമാനം കിട്ടാനായിട്ട് ഒന്നെങ്കിൽ നമ്മളൊരു പ്രൈവറ്റ് സെക്ടറിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് പ്രൊമോഷൻ കിട്ടണം. അങ്ങനെയാണെങ്കിൽ മാത്രം നമുക്ക് വരുമാനം കൂടുതലും, അതും 2000-3000 രൂപ ആയിരിക്കും നമ്മളൊന്ന് പ്രൊമോഷൻ കിട്ടിയാൽ നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത്. അപ്പൊ നിലവില് എല്ലാ പ്രൊഡക്ട്സിന്റെയും വില കൂടുന്നു. അതിനനുസരിച്ച് നമ്മുടെ പോക്കറ്റിലേക്ക് വരുന്ന വരുമാനത്തിന്റെ അളവ് മാത്രം കൂടുന്നില്ല. ഇനിയിപ്പോ നമ്മുടെ പ്രായത്തിലുള്ള, എന്റെയൊക്കെ പ്രായത്തിലുള്ള കുട്ടികളെ എടുത്ത് നോക്കിയാൽ ഞാൻ ദിവസവും വാർത്ത കാണുന്ന വ്യക്തിയാണ്. സിനിമ അല്ലെങ്കിൽ വേറെ പ്രോഗ്രാംസ് ഒന്നും കണ്ടില്ലെങ്കിൽ പോലും എനിക്ക് വാർത്ത കണ്ടില്ലെങ്കിൽ പ്രശ്നമാണ്. ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ TV വെച്ചാൽ വാർത്തയാണ് കാണുന്നത്. ഓരോ ദിവസവും നമ്മുടെ നാട്ടിൽ നടന്ന സംഭവങ്ങൾ കേൾക്കുമ്പോ വളരെയധികം പേടി തോന്നുന്ന ഒരു സമയമാണ്. കാര്യം 20 അല്ലെങ്കിൽ 15 40 വയസ്സിനിടയിൽ ഒരുപാട് ആളുകള് ലഹരിക്കും മയക്കുമരുന്നിനും ഒക്കെ അടിമയായിട്ട് പല ആളുകളെയും കുത്തിക്കൊല്ലുന്നു, വെട്ടിക്കൊല്ലുന്നു. അച്ഛൻ മകനെ കൊല്ലുന്നു, മകൻ അച്ഛനെ കൊല്ലുന്നു, അമ്മേനെ അച്ഛനെയും സഹോദരനെ ഒക്കെ കൊല്ലുന്നു. അപ്പൊ അങ്ങനെ രീതിയിൽ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമയായിക്കൊണ്ട് യുവജനങ്ങള് ഒരുപാട് ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ പ്രശ്നങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇപ്പൊ ഏത് വീടെടുത്ത് നോക്കിയാലും നമുക്കറിയാം. ഇപ്പൊ മദ്യപിക്കുന്ന ആൾക്കാരുണ്ടാവും, പുകവലിക്കുന്ന ആൾക്കാരുണ്ടാവും, MDMA കഞ്ചാവ് അങ്ങനെ പല പ്രശ്നങ്ങളും
ഒക്കെ അടിമയായിട്ട് ഒരുപാട് വ്യക്തികൾ നമ്മുടെ നാട്ടില് നിലവില്, അതും കുട്ടികളെ പ്രായത്തില്, ചിലപ്പോ നമ്മൾ വിചാരിക്കാത്തൊരു പ്രായത്തിലായിരിക്കും ഇത്തരമുള്ള പ്രവർത്തികളിലേക്ക് എത്തുന്നത്. കൂടുതലായിട്ട് ഒരു 15 മുതൽ 40 വയസ്സ് പ്രായമുള്ളവരുടെ ഇടയിലാണ് മദ്യപാനത്തിന്റെ ലഹരിയുടെയൊക്കെ ഒരുപാട് ഉപയോഗം കൂടുതൽ. അപ്പൊ ഇത്തരത്തിലുള്ള സാധനങ്ങള് കുടിച്ചുകൊണ്ടും വലിച്ചുകൊണ്ടും ഒക്കെ നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പല തരത്തിലുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ കാണുന്നത്. TV തുറന്നാ അറിയാം, MDMA ആയിട്ട് പിടിച്ചു, കഞ്ചാവുമായിട്ട് പിടിച്ചു, അല്ലെങ്കിൽ മദ്യപിച്ച് ഇന്നയാളെ കൊന്നു, ഇങ്ങനെ അക്രമം ഉണ്ടാക്കി, വീട് തല്ലി പൊട്ടിച്ചു, കാറ് തല്ലി പൊട്ടിച്ചു, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ സമൂഹത്തില് ഒരുപാട് ആളുകൾ നേരിടുന്നുണ്ട്. അപ്പൊ ഇതുകൊണ്ട് തന്നെ ഒരുപാട് കുടുംബങ്ങളും നശിക്കുന്നുണ്ട്. ഇപ്പൊ മക്കൾ, പല അമ്മമാരും ഇപ്പൊ വാർത്തയിലൊക്കെ കണ്ട് പല അമ്മമാരും സ്വന്തം മകനെ പോലീസിനെ വിളിച്ച് അവരുടെ കൊടുത്തുവിടുവോ, ശല്യം, ഭയങ്കര ശല്യമാണ് സാറേ, ഇനി എന്നെ കൊല്ലും എന്നുള്ള രീതിയിൽ അമ്മമാരും അച്ഛന്മാരും ഒക്കെ പേടിച്ച് സ്വന്തം മക്കളെ പോലീസുകാർക്ക് കൈമാറുന്ന വരെ ഉള്ള ദയനീയമായിട്ടുള്ള, അതിദയനീയമായിട്ടുള്ള അവസ്ഥയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്നൊക്കെ നമ്മുടെ കുട്ടികളെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവരെയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ തന്നെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നു. ഞാൻ പണ്ട് ഇങ്ങനെ കോളേജ് ടൈമിലൊന്നും ആരോടും മിണ്ടാതെ, എനിക്ക് സഭാകമ്പമുള്ള ഒരാളായിരുന്നു. ആരോടും മിണ്ടാതെ പേടിച്ച് എവിടെയെങ്കിലും ഒതുങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നപ്പോ ഇപ്പൊ എത്ര പേരുടെ മുന്നിൽ വേണേലും എനിക്ക് ധൈര്യത്തോടെ കയറി നിന്ന് സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഈ ഒരു ബിസിനസ്സിലൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പോ നമ്മുടെ വ്യക്തിത്വ വികസനത്തിനും ഒക്കെ ഈ ഒരു ബിസിനസ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോ മറ്റൊരാളുമായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എങ്ങനെ നല്ല റിലേഷൻഷിപ്പുകൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്നൊക്കെ ഈ ഒരു ബിസിനസ്സിൽ വന്നതിലൂടെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾ എല്ലാവരും മക്കളെ ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറക്കുക. ഇപ്പൊ ഞാനും ഫാമിലി ആയിട്ടാണ് ചെയ്യുന്നത്, എന്റെ അമ്മയുണ്ട് കൂടെ. ഇപ്പൊ എല്ലാ കാര്യത്തിലും ഇപ്പൊ അമ്മയായിട്ടാണ് ബിസിനസ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ നമ്മളും അങ്ങനെ ചെയ്യുവാണെങ്കിൽ നാളെ നമ്മുടെ മക്കളും ചീത്ത ഒരു കാര്യത്തിലേക്ക് പോവാതെ നമുക്ക് ഈ ഒരു കാലത്തിലെ സംരക്ഷിക്കാനായിട്ട് സാധിക്കും. ഈ ഒരു ബിസിനസ് ചെയ്യുന്ന ആരും മോശം സ്വഭാവത്തിലേക്ക് ഒരിക്കലും മാറില്ല. 100% നമുക്ക് ഗ്യാരണ്ടി പറയാവുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഒരുപാട് വ്യക്തികൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ കള്ളിനും കഞ്ചാവിനും ഒക്കെ അടിമയാവുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ നിന്ന് നമ്മുടെ മക്കളെ സംരക്ഷിക്കാനായിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിന് കഴിയും. അത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത്തരത്തിലുള്ള ഈ ഒരു സമൂഹത്തില് നമ്മുടെ നമ്മുടെ പോക്കറ്റിലേക്ക് വരുമാനം വരാനും, അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാനും, നമ്മുടെ മക്കളുടെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവരുടെ ഭാവി തലമുറയെ സുരക്ഷിതമാക്കി നല്ലൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും ഒക്കെ ഈ ഒരു ബിസിനസ് 100% സാധിക്കും. അപ്പോ ഈ ഒരു ബിസിനസിനെ കുറിച്ചൊക്കെ എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. ഞാൻ വലിയ ട്രെയിനറോ സെഷനോ ഒന്നും എടുക്കാൻ തുടങ്ങിയിട്ടില്ല. എന്തായാലും എന്നെ ഇന്ന് ക്ഷണിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ടീമിന്റെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്ത് നോക്കാവേ. മാഡം ഒന്ന് പറയണം കേട്ടോ, ഷെയർ ആവുന്നുണ്ടെങ്കിൽ. ഞാൻ എന്റെ സിസ്റ്ററിന്റെ ആ ഒരു പ്രശ്നം ഒന്ന് കാണിക്കാം. കാണാൻ പറ്റുന്നുണ്ടോ? ഇതായിരുന്നു എന്റെ സിസ്റ്ററിന്റെ ഈ ഒരു ബിസിനസ് ഞങ്ങൾ പരിചയപ്പെടുമ്പോഴുള്ള ഇത് നമ്മുടെ ഉൽപ്പന്നങ്ങൾ കുറച്ച് ഉപയോഗിച്ച് മാറ്റം വന്നതാണ്. ഇപ്പൊ ഞങ്ങൾക്കറിയില്ലായിരുന്നു ഇത്രത്തോളം റിസൾട്ട് കിട്ടുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇതിനെ അപ്പുറം ഈ കയ്യിൽ നിന്നൊക്കെ ചോരയും വെള്ളവും ഒക്കെ ഇങ്ങനെ ഇടകലർന്ന് ഇങ്ങനെ പൊട്ടിയൊക്കെ ഇരിക്കുന്ന ഒരു രീതിയിലാണ്. കൈ മാത്രമല്ല, ദേഹമാസകലം, കാല് വരെ, കൈയും കാലും മേലും മുഴുവൻ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. മുഖത്ത് മാത്രമേ പിന്നെ കുറച്ച് കുഴപ്പമില്ലാതിരുന്നുള്ളൂ. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്നും നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ഒരു 1.5 മാസമായപ്പോൾ ഇങ്ങനത്തെ ഒരു രീതിയിലേക്ക് അവളുടെ കൈ മാറാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതും അവൾക്ക് കിട്ടിയ റിസൾട്ടാണ്. ഇങ്ങനെ എപ്പോഴും നമ്മള് മുട്ടുകൈ ഇങ്ങനെ ചുരുട്ടിയ നിവർത്തിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഇടയിൽ ഇങ്ങനെ വിണ്ട് കീറി ചോരയൊക്കെ വരുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ പല രാത്രികളിലും ഇങ്ങനെ വൂണ്ട് ഹീലിംഗ് ഒക്കെ ഇവിടെ സ്റ്റോക്ക് മേടിച്ച് വെച്ചാൽ 5-6 വൂണ്ട് ഹീലിംഗ് ആയിരിക്കും ഒരു ദിവസം അവൾ ഉപയോഗിക്കുക. നമ്മള് വൈറ്റ് വാഷ് അടിച്ച പോലെ ആയിരിക്കും അവള് വൂണ്ട് ഹീലിംഗ് ഇട്ട് നിൽക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെ പെട്ടെന്ന്
ചിലപ്പോ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോ ആ മുറിവെല്ലാം ഉണങ്ങും. ഇപ്പൊ ഇങ്ങനെ കൈയൊക്കെ മാറ്റിയെടുക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഇതാണ് എന്റെ സിസ്റ്റർ. ഇപ്പൊ ഈ ഒരു രീതിയിൽ കണ്ടോ, അവളുടെ കൈക്കൊന്നും യാതൊരുവിധ പ്രശ്നവും ഇല്ലാതെ ഇപ്പൊ നല്ല രീതിയിൽ അവൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്റെ ഒരു ബിസിനസിന്റെ ആദ്യത്തെ ഒരു കാലത്തെ ഫോട്ടോ ആയിരുന്നു. ഇങ്ങനെ ഇരുന്ന ഞാൻ ഇപ്പോ ഈ ഒരു രീതിയിലേക്കൊന്ന് മാറാനായിട്ട് എനിക്ക് ഈ ഒരു ബിസിനസ്സിലൂടെ സാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഈ ഒരു ബിസിനസിന്റെ കഴിവ് തന്നെയാണ്. അപ്പൊ എല്ലാവരും ഉൽപ്പന്നങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക. മാക്സിമം റീറ്റെയിൽ ചെയ്യുക. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാർക്കൊക്കെ ഒരു പുണ്യപ്രവൃത്തി അല്ലെങ്കിൽ അവരെയൊക്കെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാനായിട്ട് പറ്റുന്ന ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയാണ് ബിസിനസ്. മാത്രമല്ല, നമ്മൾ പല ആളുകളെ നമ്മൾ ഇതിൽ സഹായിക്കണമെന്ന് നമ്മുടെ മനസ്സിലുണ്ടെങ്കിലും ചിലപ്പോ ഇന്ന് ഒരു 1000 രൂപ അല്ലെ 500 രൂപ കൊടുത്ത് സഹായിക്കാം. പക്ഷെ ദിവസവും നമുക്ക് അങ്ങനെ സഹായിക്കാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. ഇപ്പൊ പ്രൊഡക്റ്റ് എന്ന രീതിയിൽ ഇങ്ങനെ വയ്യാഴിക അനുഭവിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് കൊടുത്ത് അപ്പൊ അവർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രാർത്ഥനകളിൽ നമ്മളും ഉൾപ്പെടും. അതുപോലെ തന്നെ ഇപ്പൊ വരുമാനം ആഗ്രഹിക്കുന്നവർക്ക് വരുമാനം എന്ന രീതിയിലും ഒക്കെ ഈ ഒരു ബിസിനസ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു ബിസിനസ് അതിശക്തമായിട്ട് ചെയ്യുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ഈ ഒരു ബിസിനസ്സിലൂടെ വലിയ വലിയ റാങ്കുകളും ഡയമണ്ടും ഒക്കെ ആവാൻ ഈ ഇരിക്കുന്ന എല്ലാവർക്കും പറ്റട്ടെ എന്ന് മാത്രം ഈ ഒരു അവസരത്തിൽ